അന്ത്യകാലത്ത് ഭക്തി കെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന വായിച്ചേ காலத்திலே தங்கள் துன்மார்க்கமான இச்சைகளின்படி நடக்கிற பரிகாசக்காரர் தோன்றுவார். മലയാളത്തിൽ അങ്ങനെ ഭക്തി കെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. അന്ത്യകാല ലക്ഷണമാ പരിഹാസികള്. പരിഹാസമല്ലേ? ഇപ്പൊ സഭയിലാണെങ്കിലും ഒരാൾ നന്നായിട്ട് കൈയടിച്ച ഉടനെ പരിഹസിക്കും. അവൻ അടിക്കത്തുമില്ല, അടിക്കുന്നവനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന് സഭയുടെ മെമ്പറാ. ഒരാൾ ഉറക്കെ അല്ലേ ലൂയ്യ എന്നാ സന്തോഷിക്കല്ല, ഉടനെ പരിഹസിക്കുക. ഒരാള് യോഗ്യമായിട്ട് വസ്ത്രം ധരിച്ചത് പോലെ വെള്ളം ഇട്ട് വരും, സന്തോഷമല്ലല്ലോ, പരിഹാസമല്ലേ? ഉണ്ടോ? അന്ത്യകാല ലക്ഷണമാണ്. പരിഹസിക്കും. ഒരാള് വാക്യങ്ങൾ ചേർത്ത് കോർത്ത് ഇണക്കി സന്ദർഭോചിതമായിട്ട് പ്രാർത്ഥിച്ച് ചിലര് സന്തോഷിക്കത്തില്ല, പരിഹസിക്കും. ഓ, വാക്യം പറഞ്ഞേ പ്രാർത്ഥിക്കുള്ളൂ. ഉണ്ടോ? ആഭരണം ഇടാതെ ചിലര് വരും, ഒരു വിശുദ്ധിക്കാരി. ഉണ്ടോ? മീശ പഠിച്ച ചില സഹോദരന്മാരും ഓ ഒരു വിശുദ്ധം വന്നേക്കുന്നു, പരിഹസിക്കല്ലേ? ഇതെല്ലാം അന്ത്യകാല ലക്ഷണങ്ങളിൽ പെട്ടത്. അപ്പോൾ ദൂതലോകത്തെ വിഷയം മുതൽ അന്ത്യകാല വിഷയം വരെ യൂദാ തന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ലേഖനം അത്രയ്ക്ക് ഈടുറ്റ ലേഖനമാണ്. ആടെ അധികം വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. 25 വാക്യമേ ഉള്ളൂ എങ്കിലും സകല വിഷയങ്ങളും യൂദാ തന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. തന്നെയല്ല, ഈ ലേഖനത്തിലെ വേറൊരു വിശേഷത, 3 കാര്യങ്ങൾ വേഗത്തിൽ കണക്റ്റഡാ. 3 കാര്യങ്ങള്. 1-ാം വാക്യം വായിച്ച അവിടെ ഒരു 3 കാര്യം എടുത്ത് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ ஊழியக்காரனும் யாக்கோபுடைய சகோதரனுமாய் இருக்கிற யூதா பிதாவாகிய தேவனாலே பரிசுத்தமாக்கப்பட்டவன். ഒന്നുകൂടെ വായിച്ച യേശു ക്രിസ്തുവിന്റെ ஊழியக்காரனும் ദാസനും யாக்கோபுடைய സഹോദരനുമായി இருக்கிற യൂദാ. അപ്പൊ തന്നെ 3 പേരുടെ പേരായി. യേശു ക്രിസ്തു, യാക്കോബ്, യൂദ. 3ന്റെ കണക്ക് ഈ പുസ്തകത്തിലുണ്ട്. അടുത്ത വാക്യം വായിച്ചേ. പിതാവാകിയ ദേവനാലെ പരിശുദ്ധമാക്കപ്പെട്ടവர்களும் യേശു ക്രിസ്തുവിനാലെ കാക്കപ്പെട്ടവர்களுമാകിയ അழைக்கப்பட்டவர்களுக்கு எழுதுகிறதா. അതെ, മലയാളത്തിലൊന്ന് വായിച്ചേ ആ വാക്യം. യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ. അപ്പൊ അവിടെ 3 പേര്, യേശു ക്രിസ്തു, യാക്കോബ്, യൂദ. 3ന്റെ കണക്ക് വന്നു. അടുത്തത് പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർ. അപ്പോൾ സ്നേഹിക്കപ്പെട്ട്, സൂക്ഷിക്കപ്പെട്ട്, വിളിക്കപ്പെട്ട് 3 കണക്കാ. 3ന്റെ കണക്കാ. അപ്പൊ ഒന്ന് യാക്കോബ്, യേശു ക്രിസ്തു, യാക്കോബ്, യൂദ. 3ന്റെ കണക്ക് വന്നോ? 2ാമത്തെ കണക്കാണ് സ്നേഹിക്കപ്പെട്ടും സൂക്ഷിക്കപ്പെട്ടും വിളിക്കപ്പെട്ടും ഇരിക്കുന്ന പ്രിയപ്പെട്ടവര്. ഇനി 5, 6 വാക്യങ്ങളിൽ 7 വാക്യങ്ങളിൽ 3 ദൃഷ്ടാന്തം കാണിക്കുന്നുണ്ട്. വായിച്ചേ. நீங்கள் முன்னமே அறிந்திருந்தாலும் நான் உங்களுக்கு நினைப்பூட்ட விரும்புகிறது என்னவெனில் கர்த்தர் தமது ஜனத்தை எகிப்து தேசத்திலிருந்து வரப்பண்ணி ரட்சித்தார். അവിടെ എല്ലാം വായിക്കാൻ നേരമില്ല. അവിടെ ഒന്ന് ഈ മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ച ജനത്തെ പറ്റിയ വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. 3 ദൃഷ്ടാന്തം. 1. 2ാമത്തത് വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. 3. സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങൾ ന്യായവതി. അപ്പൊ ഈ 3 കാര്യങ്ങൾ, 3 സംഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അത് 3ന്റെ കണക്കാ. ഇനി നിങ്ങള് 11ാമത്തെ വാക്യം വായിച്ചേ. 11. ഇവർക്ക് അയ്യോ, ഇവർ കായീനുடைய വഴിയിൽ നടന്ന്. കായീന്റെ വഴി, പിന്നെ ബിലെയാമിന്റെ ആ വഞ്ചന, പിന്നെ കോരകന്റെ മത്സരം. അവിടെ 3 കാര്യങ്ങൾ എടുത്തു പറയുകയാ. ബിലെയാമിന്റെ വഴി, കയീന്റെ വഴി, ബിലെയാമിന്റെ വഞ്ചന, കോരകന്റെ മത്സരം. അവിടെ ഈ 3 കാര്യം യൂദാ എടുത്തു പറയുന്നുണ്ട്. ഇനി 19ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
இவர்கள் பிரிந்து போகிறவர்களும் ആ ജന്മ സ്വഭാവത്താരും ആവി ഇല്ലാത്തവர்களுം ആമേൻ. അപ്പോൾ അവിടെ ഭിന്നത ഉണ്ടാക്കുന്നവര് പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. അവിടെ ഒരു മൂന്നിന്റെ കണക്ക് യൂദ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒടുവിലത്തെ വാക്യങ്ങൾ വായിക്കുമ്പോഴും അവിടെ ചില കാര്യങ്ങള്, മൂന്ന് കാര്യങ്ങള് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലവും. അപ്പോൾ ഈ ലേഖനത്തിന്റെ വിശേഷത, മൂന്നുകളുടെ ഒരു വിശേഷത ഈ ലേഖനത്തിലുണ്ട്. ഞാൻ ഒന്നുകൂടെ ഓടിച്ചു പറയാം. ഒന്ന്, ഈ ലേഖനം 65-ാമത്തെ പുസ്തകമാണ്. ലേഖനത്തിലെ ഒടുവിലത്തെ ലേഖനങ്ങളുമാണ്. മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ അർത്ഥസഹോദരനാകുന്ന യൂദയാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അടുത്തത്, വെളിപ്പാട് പുസ്തകത്തിന്റെ പുറകിലാണ് ഈ ലേഖനം കൊടുത്തിരിക്കുന്നത്. നിത്യത എന്ന പദമേ പറഞ്ഞിട്ടുള്ളൂ. ആ നിത്യത എന്തുവാന്ന് വെളിപ്പാട് പുസ്തകത്തില്ല. എന്ന് പറഞ്ഞാൽ നിത്യത എന്ന പദം പറഞ്ഞേച്ച് നിത്യതയിലോട്ട് പ്രവേശിപ്പിക്കുക. തന്നെയുമല്ല, മൂന്നിന്റെ കണക്ക് ഈ ലേഖനത്തിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഈ ലേഖനം അതുപോലെ ഈടുറ്റ ആഴമേറിയ ലേഖനമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി ഒന്ന് രണ്ട് കാര്യം കൂടെ സൂചിപ്പിച്ചെടുത്ത വാക്യത്തിലേക്ക് വരാം. ഈ യൂദ തന്നെ പരിചയപ്പെടുത്തുന്ന ആ പരിചയ ഭാഗം നിങ്ങൾ 1-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. യേശുക്രിസ്തുവിന്റെ ഊഴിയക്കാരനോ, യേശുക്രിസ്തുവിന്റെ ദാസൻ, യാക്കോബിന്റെ യാക്കോബിന്റെ സഹോദരനുമായ യൂദ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ യൂദ ഈ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ, യേശുക്രിസ്തുവിന്റെ ദാസൻ, അങ്ങനെ പരിചയപ്പെടുത്തി. ശരിക്കും പഠിച്ചാൽ ഈ യൂദ ആരാ? യേശുക്രിസ്തുവിന്റെ സഹോദരനാ. ഞാനോ നിങ്ങളോ ആ യൂദയുടെ സ്ഥാനത്തെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? അങ്ങനെ എഴുതുള്ളൂ. എന്റെ ആശയത്തിൽ ഞാൻ പറയാം, ഞാനോ നിങ്ങളോ ഈ ലേഖനം എഴുതുകയായിരുന്നെങ്കിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ആയിരിക്കും: ദൈവത്തിന്റെ ബ്രദറാകുന്ന യൂദ ആണ് യേശുക്രിസ്തു ദൈവമാ. അത് കൂടുതൽ പരിചയപ്പെടുത്തല് ഒക്കത്തില്ല. ദൈവത്തിന്റെ സ്വന്തം നമ്മൾ അങ്ങനെ കൊടുക്കുകയുള്ളൂ. നമുക്ക് വലിയ ബന്ധമില്ലാഞ്ഞിട്ട് തന്നെ പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ അടുത്ത ആളാണ്. നമ്മളെ യോഗം വന്ന് തുടങ്ങി എത്ര നേരം ചൂടായി വന്നാൽ ആ ദൈവമേ നിന്ന് അല്ലേ, ചൂടായി വരുമ്പോൾ ചില ഒടുവിൽ ചൂടാകാനിരിക്കുക. എന്നാൽ യൂദ ഈ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദാസൻ. അവിടെ ദാസൻ എന്ന് ഉദ്ദേശിച്ചത് സെർവന്റ് എന്നുള്ള ആശയം മാത്രമല്ല, അടിമയെന്ന. അടിമയും ദാസനും ആയിട്ട് വ്യത്യാസമുണ്ട്. സെർവന്റിന് നമ്മള് ശമ്പളം കൊടുക്കും. നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കും, ഇല്ലേ? എന്നാ ഇത്ര സങ്കടം? സന്തോഷം ഇങ്ങനെ. അപ്പൊ സെർവന്റിന് നമ്മൾ ശമ്പളം കൊടുക്കും. മാത്രമല്ല, സെർവന്റിന് ടൈമുണ്ട്. 8 മണിക്ക് ഡ്യൂട്ടിക്ക് വന്നാൽ 5 മണിക്ക് പോകാം, അല്ലെ? അതിന് ടൈം കൊടുക്കും. തന്നെയല്ല, ഡ്യൂട്ടി ഉണ്ട്, ഇന്ന ഡ്യൂട്ടി, നിനക്ക് ഇന്നതാ ഡ്യൂട്ടി. എന്നാൽ ദാസൻ അങ്ങനല്ല, അടിമ അങ്ങനല്ല. അടിമയ്ക്ക് സമയമൊന്നുമില്ല, ശമ്പളവും ഇല്ല. ഇന്ന ജോലിയേ ചെയ്യാവൂ എന്നുമില്ല. ആ യജമാനന് എന്തൊക്കെ ആവശ്യം, എന്തൊക്കെ ചെയ്യണമെന്ന് മുഴുവൻ കണ്ടറിഞ്ഞ് ചെയ്യണം. അതാ അടിമ. അടിമയുടെ നോട്ടവും പ്രതീക്ഷയും എല്ലാ യജമാനിലായിരിക്കും. യജമാൻ ഇപ്പൊ എങ്ങോട്ട് തിരിയുന്നു, എങ്ങോട്ട് പോകുന്നു, എന്തുവാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നല്ല അടിമകൾക്ക് യജമാനന്റെ അടുത്ത കാര്യങ്ങൾ വരെ അവർക്കറിയാം. നിങ്ങള് പേപ്പറിലൊക്കെ വായിച്ചതാ, ഞാനും വായിച്ചതാ. അടുത്ത കാലത്താണല്ലോ രാജ്ഞി മരിച്ചു പോയത് ബ്രിട്ടനിലെ.
പേരും മറന്നുപോയല്ലോ, എലിസബത്ത് അല്ലേ? ആ, എലിസബത്ത് രാജ്ഞി. ഞാൻ പേപ്പറിൽ വായിച്ച്, നിങ്ങളും ചിലർ വായിച്ച് കാണും, എപ്പോഴും കയ്യിലൊരു ബാഗുണ്ട്, കയ്യില് ബാഗുണ്ട്. അത് ഓരോരോ സിഗ്നലാണ്. അതവർക്ക് കൂടെ നിൽക്കുന്നവർക്കറിയാം. ബാഗ് ഇന്ന രീതി പിടിക്കുമ്പോൾ അറിയാം രാജ്ഞി ഇന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നെന്ന്. അതവർ ചെന്ന് ചെയ്യും. ബാഗ് താഴെ വെക്കുമ്പോൾ, ഇരിക്കുന്നിടത്ത് വെക്കുമ്പോൾ അവർക്കറിയാം ഇന്നതാടത്തതെന്ന്. ബാഗ് തൊടുമ്പോൾ അവർക്കറിയാം ഇന്ന കാര്യത്തിനാ തൊടുന്നെന്ന്. ഈ കയ്യിൽ നിന്ന് ബാഗ് ഇങ്ങേ കയ്യിലോട്ട് മാറ്റുമ്പോൾ അവർക്കറിയാം എന്തിനാ മാറ്റുന്നെന്ന്. നിങ്ങൾ വായിച്ചതല്ലേ? പിന്നെ രാജ്ഞിയുടെ ചരിത്രം വായിക്കാനാ നേരം, വേറെ ദിവസം വായിക്കാൻ പോലും. അല്ല, ചില കാര്യങ്ങൾ വായിച്ചറിയുന്നത് നല്ലതാ. ഒരു നല്ല അടിമ യജമാനന്റെ ചിന്ത, വിചാരം, വികാരം, രീതി, നിഷ്ഠ, ചിട്ട എല്ലാം അറിഞ്ഞിരിക്കും. അങ്ങനെ കൂടെ കൂടെ യജമാനൻ പറയുമൊന്നും വേണ്ട. വെള്ളം കൊണ്ടുപോടാ, കാപ്പി കൊണ്ടുപോടാ, തുണി എന്തിയാടാ, ആഹാരം എന്തിയാടാ എന്നും ഇത് ചോദിക്കണോ? വേണ്ട വേണ്ട, കണ്ടറിഞ്ഞാ ചെയ്യുന്നത്. ഞാനും നിങ്ങളും യേശുക്രിസ്തുവിന്റെ അടിമയാ. യേശുക്രിസ്തുവിന്റെ അടിമയാ. അടിമയ്ക്ക് വേറൊരു വിശേഷതയുണ്ട്, എതിർക്കത്തില്ല, എന്ത് പറഞ്ഞാലും ചെയ്യും. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു മലയാളത്തിൽ, എനിക്ക് മൊത്തം അറിയത്തില്ല, ശിവപാസ്റ്റർക്ക് അറിയാവോ എന്നും എനിക്കറിയത്തില്ല. എന്നെന്നും ഞാൻ നിന്നടിമ, എല്ലാ സൺഡേയിലും നിന്റെ അടിമയെന്നല്ല. നമ്മളൊരു 3 മണിക്കൂറാണ് അടിമ, അല്ലെ 4 മണിക്കൂർ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടിമയല്ല, നമ്മൾ അടി ഉണ്ടാക്കുക. അടുത്തിരിക്കാനായിട്ട് അടിച്ച്, പുറം കൈക്ക് ഇപ്പറേ വെട്ടി, അമ്മായിമ്മയ്ക്ക് ചെരുവത്തടി എടുത്ത് അമ്മായിയമ്മയെ അടിച്ചു. അമ്മായിയമ്മ തവിക്കണ കൊണ്ട് അവിടെ തല തല്ലി പൊട്ടിച്ചു. അപ്പുറത്തുകാരനെ കയറി അടിച്ചു. പിന്നെ ഞായറാഴ്ച ഒരു 4 മണിക്കൂർ നമ്മൾ അടിമയായിട്ട് വിട്ടിരിക്കുക അല്ലേ? നിങ്ങൾ തന്നെത്താനത് ശോധന ചെയ്തേ. അതല്ല അടിമ, ആയുസ് മുഴുവൻ അടിമയാ. നല്ല യജമാനനാകുന്ന യേശുക്രിസ്തുവിന്റെ ഇഷ്ടമായിരിക്കണം. നമ്മുടെ ഇഷ്ടമൊന്നും പിന്നെ നിവർത്തിക്കരുത്, എല്ലാം അവിടുത്തെ ഇഷ്ടമാണ്. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. ചിലർക്ക് ഇങ്ങനെയുള്ള വചനം കേൾക്കുന്നത് അത്ര തൃപ്തിയല്ല. അവരുടെ മോന്ത കാണുമ്പോൾ അറിയാം, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. പിന്നെ ഇപ്പൊ എഴുന്നേറ്റ് പോകാത്ത എന്നാന്ന് ചോദിച്ചാൽ, അയാൾ വിവരവും ബോധമുള്ളവനല്ല. എഴുന്നേറ്റ് പോയ ആൾ വല്ലതും വിളിച്ച് പറയും, ഇത്രയും ജനത്തിനിടെ വെറുതെ എന്തിനാ നാണക്കേട്, ഏതായാലും വന്നു പോയി, നാളെ വരണ്ടെന്നല്ല ഉള്ളു, ഏതായാലും 9:30 ആകുമ്പോൾ എന്തായാലും നിർത്തുമെന്ന് അഗസ്റ്റിൻ പാസ്റ്ററും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇരുന്ന് കൊടുക്കുക. ഇപ്പം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയാൾ സൂക്ഷ്മത്തിൽ അയാൾ വേറെ ദോഷിയാ പറയും. അത് ഓർത്ത് ചിലരിടിക്കുക, എന്നാൽ അതും എനിക്കറിയാം. ചിലക്കിതൊന്നും ഇഷ്ടമല്ല. ഞാൻ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അടിമയാ. അപ്പൊ യൂദ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക, യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദാസനായിട്ടിരിക്കാനാ ഇഷ്ടം. ഞാനൊരു കാര്യം എന്നെ കേൾക്കുന്നവരോട് പറയാം, ചിലരെ നോട്ടീസിലൊക്കെ പേര് വെക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നുള്ള രീതിയിലല്ല. അല്ല, റവറന്റും ഡോക്ടറും, ചില എല്ലാം അങ്ങ് വെക്കുന്നുള്ളൂ. ഡോക്ടർ, റവറൻ, പാസ്റ്റർ ഏതിലും ഒന്നായാ പോരെ. ഒന്ന് ഡോക്ടർ, അല്ലെങ്കിൽ റവറന്റ്, അല്ലെങ്കിൽ പാസ്റ്റർ. ഇതെന്തിനാ ഈ 3 വെടിവെക്കുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന എന്തിനാ? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ പുള്ളിയല്ലെന്ന് എല്ലാവരും നോട്ടീസ് വായിക്കുമ്പം എക്കും ബുക്കോട്ട് അറിയാനും വല്ലത് വേറൊരു വിഷയം. നിന്ന് അലറുകല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം, ഏറ്റവും ശ്രേഷ്ഠത എന്നാന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ ദാസൻ. ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവത്തിന്റെ ദാസൻ.
ഇത് കൂടുതൽ ഒരു ബഹുമതിയും പദവിയും കിട്ടാനില്ലെന്നുള്ളതായി എന്റെ വാദം. ദൈവത്തിന്റെ ദാസി, ദൈവത്തിന്റെ ദാസൻ, അതിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. കാലാകാലങ്ങളിൽ ആ പദവിയിൽ എത്തുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഒരു കാലത്ത് ഞാനും നിങ്ങളുമെല്ലാം പാപത്തിന്റെ ദാസന്മാരായിരുന്നു. സ്തോത്രം. പാപത്തിൽ നീ ജീവിക്കുവാൻ വാഞ്ചിക്കുന്നിൽ യേശുനാഥൻ, പാപത്തിൽ നീ ജീവിക്കുവാൻ നമ്മളെ ഒക്കുന്നില്ല. പാപത്തിൽ നീ ജീവിക്കുവാൻ വാഞ്ചിക്കുന്നിൽ യേശുനാഥൻ. അപ്പൊ ശ്രദ്ധിക്കുക, പാപത്തിന്റെ ദാസന്മാരായിട്ടാ നമ്മള് ഒരു കാലത്തായിരുന്നത്. എന്നാൽ ആ പാപത്തിന്റെ പിടിയിൽ നിന്നും പാപശാപത്തിൽ നിന്ന് ഒരുവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ ജീവനെ തന്നെ, ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചിന്തി, ഒരുവൻ കാൽവറിയിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അവിടുത്തെ തിരുമരണത്താൽ അതിക്രമങ്ങളുടെ പാപമോചനമെന്ന് വീണ്ടെടുപ്പ് നൽകി. ഞാൻ നിങ്ങളും പാപത്തിന്റെ ദാസന്മാരായി പാപത്തിന്റെ പടുകുടിയിൽ ആരാലും വിടുവിക്കപ്പെടാനും നിരാശ പേറി കടന്നു. എന്നാൽ യേശു നമ്മുടെ ഉള്ളത്തിൽ വന്നു. പാപിയാണെന്ന് ബോധ്യം വന്ന് പാപം ഏറ്റു പറഞ്ഞു ഉപേക്ഷിച്ചു. യേശുവിനെ ഉള്ളത്തിൽ രക്ഷകനായി സ്വീകരിച്ചു. ഇപ്പോൾ നമ്മൾ പാപത്തിന്റെ ദാസന്മാരല്ല, നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാ. നേരത്തെ നമ്മള് വല്ലാത്ത രീതിയിലാണ് ജീവിച്ചത്. അതിപ്പോ എല്ലാം ഒന്നും പറയാൻ നേരമില്ല. നേരത്തെ എങ്ങനെ ആയിരുന്നെന്ന്. സ്തോത്രം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യവും 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യവും തീത്തോസ് 3-ന്റെ 3-ാം വാക്യവും പത്രോസിന്റെ 1-ാം ലേഖനം 4-ന്റെ 2 മുതൽ താഴോട്ടുള്ള വാക്യവും ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യവും ഒക്കെ പഠിച്ചാൽ നേരത്തെ എങ്ങനെ ആയിരുന്നെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാ വാക്യങ്ങളും ഇപ്പം വായിപ്പിക്കുന്നില്ല.